സമൂഹ മനസാക്ഷിയെ ഞെട്ടിച്ചുകൊണ്ട് കാശ്മീരിലെ പഹൽഗാമിൽ കൂട്ടക്കൊല ചെയ്ത ഭീകരവാദികൾക്കെതിരെ പ്രതിഷേധിക്കുന്നതിനും ജീവൻ പൊലിഞ്ഞ സഹോദരങ്ങൾക്ക് പ്രണാമം അർപ്പിക്കുന്നതിനും എടവനക്കാട് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി ആഭിമുഖ്യത്തിൽ മെഴുകുതിരി തെളിയിച്ച് ആദരാഞ്ജലികൾ അർപ്പിച്ചു. ചടങ്ങിന് മണ്ഡലം പ്രസിഡന്റ് ടി. പി. വിൽസൺ അധ്യക്ഷനായി. വൈപ്പിൻ ബ്ലോക്ക് പഞ്ചായത്ത് അംഗം പി. എൻ. തങ്കരാജ്, എടവനക്കാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അസീന അബ്ദുൾ സലാം, പള്ളിപ്പുറം ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി ജനറൽ സെക്രട്ടറിയും എടവനക്കാട് ഗ്രാമപഞ്ചായത്ത് അംഗവുമായ എം. ബി. സജിത്ത് എന്നിവർ ആദരാഞ്ജലികൾ അർപ്പിച്ച് സംസാരിച്ചു. ഉൾപ്പെടെയുള്ള ആക്രമണങ്ങൾ നടക്കുമ്പോൾ അതിന് പിന്നിലുണ്ടായ ശക്തികളെ നമ്മൾ തിരിച്ചറിയും. പ്രിയമുള്ളവരെ, ഈ നാടിന്റെ മതേതരത്വത്തെ, ഈ നാടിന്റെ ഹൃദയത്തെ സൂചിപ്പിക്കുന്നത് സയ്യിദ് ആദിൽ ഹുസൈൻ എന്ന ഒരു ചെറുപ്പക്കാരൻ, മുസൽമാനായ ഒരു ചെറുപ്പക്കാരൻ, കുതിര ഓടിച്ച് ഉപജീവനം നടത്തുന്ന കാശ്മീരിലെ ആ ചെറുപ്പക്കാരൻ, അവന് മുസ്ലിമില്ല, ഹിന്ദുവില്ല, ക്രിസ്ത്യാനിയില്ല, ഞാൻ ഈ ഭാരതത്തിൻ്റെ പുത്രനാണ്, എൻ്റെ സഹോദരങ്ങളാണ് വധിക്കപ്പെടുന്നതെന്ന് കണ്ടിട്ട് ഭീകരരെ തടയാൻ ശ്രമിക്കുമ്പോഴാണ് ആ ചെറുപ്പക്കാരനെ വെടിവെച്ച് കൊല്ലുന്നത്. വേണമെങ്കിൽ ആ ചെറുപ്പക്കാരന് പറയാമായിരുന്നു, ഞാൻ മുസൽമാനാണ്, ഞാൻ ഹിന്ദുവല്ല എന്ന് പറയാമായിരുന്നു. പക്ഷേ മരിച്ചു വീഴുന്നത് എൻ്റെ സഹോദരങ്ങളാണ് എന്ന് ഈ നാടിൻ്റെ സന്ദേശം നേരെ വിളിച്ചു പറഞ്ഞ് ചങ്കൂറ്റത്തോടെ വെടിയുണ്ട് പെരുമാറിലേക്കിയ ഒരു രക്തസാക്ഷിയെ കൂടി നമുക്ക് നൽകുന്നു ഈ നാടിൻ്റെ മതേതരത്തിന് വേണ്ടി. അത്രയും ഈ നാടിൻ്റെ ഉള്ളിൽ ഹൃദയത്തിൽ മതേതരത്തെ സൂക്ഷിക്കുന്ന ഒരു വലിയ രാജ്യം, ആ രാജ്യത്തിൻ്റെ ഐക്യത്തെയും അഖണ്ഡതയെയും തകർക്കാൻ ഓരോ ഭീകരശക്തിക്കും, ഒരു ഭീകരശക്തിക്കും, ഒരു വർഗീയവാദിക്കും സാധിക്കില്ല എന്ന സന്ദേശമാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും അതുപോലെ തന്നെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് നേതൃത്വം നൽകുന്ന രാഷ്ട്രീയ പ്രസ്ഥാനവും ഈ രാജ്യത്തിന് നേരത്തെ സമ്മാനിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ രാജ്യത്തുണ്ടായ മരണത്തിലും നമുക്കറിയാം, നമ്മുടെ സഹോദരങ്ങൾ മരണപ്പെട്ടതിൽ നമുക്ക് അതിയായ ദുഃഖമുണ്ട്. ഹൃദയഭേദകമെന്നാണ് ലോകത്തിലെ രാഷ്ട്ര തലവന്മാരും എല്ലാം ഇതിനെ അഭിപ്രായപ്പെട്ടു. അതുപോലെ തന്നെ നമുക്കറിയാം, ഈ അപകടം നടക്കുമ്പോൾ അല്ലെങ്കിൽ ഈ ഭീകരവാദ ആക്രമണം നടക്കുമ്പോൾ അമേരിക്കയുടെ വൈസ് പ്രസിഡന്റ് ഇന്ത്യയിലുണ്ട്, ഇന്ത്യയുടെ പ്രധാനമന്ത്രി സൗദി അറേബ്യയിൽ സന്ദർശനം നടത്തുന്നു. ഈ വേളയിലാണ് ഇത് തെരഞ്ഞെടുത്തത് എന്നത് ഇന്ത്യയുടെ സമാധാന അന്തരീക്ഷം തകർക്കുന്നതിന് വേണ്ടി, ലോകത്ത് ഇന്ത്യ മുന്നോട്ട് പോകുന്ന ആ കുതിപ്പിനെ തടയിടുന്നതിന് വേണ്ടിയാണെന്ന് തിരിച്ചറിയാൻ നമുക്ക് രാഷ്ട്രീയത്തിനും മതത്തിനുമെല്ലാം അതീതമായി നമുക്ക് തിരിച്ചറിയാൻ സാധിക്കണം. പ്രിയമുള്ളവരെ, നമ്മുടെ രാജ്യത്തിൻ്റെ ഹൃദയത്തിലേറ്റ ഈ മുറിവ് അത് ഓരോ ഇന്ത്യക്കാരനും എന്നും വേദനയായി മനസ്സിൽ തുടരും എന്നതിൽ യാതൊരു സംശയവുമില്ല. ഫാസിസ്റ്റ് ഭരണം മൂലം ജനങ്ങളുടെ ജീവനും സ്വത്തിനും സംരക്ഷണം ലഭിക്കാതെ അങ്ങേയറ്റം ഭീകരവാദം അഴിച്ചുവിട്ടുകൊണ്ട് നടക്കുന്ന ഈ ഒരു സംഭവത്തിൽ ഇന്ന് നിരപരാധികളായ 26 പേരെ ഭീകരർ വധിച്ചിട്ടും ആ ഒരു ദുഃഖത്തിൽ പങ്കുചേർന്നുകൊണ്ട്, അവരുടെ കുടുംബാംഗങ്ങളോടൊപ്പം ആ ദുഃഖത്തിൽ പങ്കുചേർന്നുകൊണ്ട് അവർക്ക് ആദരാഞ്ജലികൾ അർപ്പിച്ചുകൊണ്ടാണ് കോൺഗ്രസ് നേതൃത്വത്തിൽ കേരളത്തിലെമ്പാടും എല്ലാ മണ്ഡലം കമ്മിറ്റികളും ഇന്നേ ദിനം മെഴുകുതിരി തെളിയിച്ച് പ്രതിഷേധത്തിൽ അണിചേർന്നിരിക്കുന്നു. ഭീകരവിരുദ്ധ പ്രതിജ്ഞ പള്ളിപ്പുറം ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി ജനറൽ സെക്രട്ടറിയും എടവനക്കാട് സർവീസ് സഹകരണ ബാങ്ക് ഡയറക്ടർ ബോർഡ് അംഗവുമായ കുമാരി പി. ജെ. അന്നം ചൊല്ലിക്കൊടുത്തു.